ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 27-ന് പുറത്തുവരും. നാളെയും മറ്റന്നാളും ജില്ലാ കമ്മിറ്റികളും 21-ന് സംസ്ഥാന കമ്മിറ്റിയും ചേരും. സ്റ്റെഫിനാണ് വിവരങ്ങളുമായി. സ്റ്റെഫിൻ, വളരെ വേഗത്തിൽ ഈ വോട്ടമത്സരത്തിൽ ലാപ്പിൽ മുന്നിലെത്താനുള്ള ശ്രമം എല്ലാവരും നടത്തുന്നതിനിടയിൽ ഇതാ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയും വരാൻ പോകുന്നു. ആരൊക്കെ പരിഗണനയിൽ എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? രതീഷ്, ഏതായാലും CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചർച്ചകളൊക്കെ തന്നെ നടന്നിട്ടുണ്ട്. ഈ നേതൃത്വത്തിന്റെ മനസ്സിലുള്ള ആളുകളെയൊക്കെ തന്നെ പേരുകൾ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സസ്പെൻസ് 27ഓട് കൂടി പുറത്തു വരും എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പ്രധാനമായും പറയാൻ കഴിയുക. അതോടൊപ്പം തന്നെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ മുൻ മന്ത്രിമാരും ഈ മത്സരരംഗത്ത് CPM-ന് വേണ്ടി ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് മന്ത്രിമാരായിട്ടുള്ള K രാധാകൃഷ്ണൻ അതോടൊപ്പം തന്നെ V അബ്ദുറഹ്മാൻ എന്നിവരൊക്കെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം ആലത്തൂരിൽ K രാധാകൃഷ്ണനെ പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം മന്ത്രി V അബ്ദുറഹ്മാനെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെ മലപ്പുറത്തോ അല്ലെങ്കിൽ പൊന്നാനിയിലോ അവതരിപ്പിക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതോടൊപ്പം തന്നെ മുൻ മന്ത്രിമാരായിട്ടുള്ള തോമസ് ഐസക്, PK ശ്രീമതി, KK ശൈലജ എന്നിവരെയൊക്കെ തന്നെ മത്സരരംഗത്ത് ഉണ്ടാകാനുള്ള സാധ്യത. അതോടൊപ്പം തന്നെ ഏറെ ശ്രദ്ധേയമായ കാര്യം 3 വനിതകൾ CPM-ന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാനുള്ള സാധ്യതയുമുണ്ട്. അതായത് വടകരയിൽ KK ശൈലജയെ പരിഗണിക്കുന്നു. അതോടൊപ്പം തന്നെ കണ്ണൂരിൽ PK ശ്രീമതി, കൊല്ലത്ത് മുകേഷിനൊപ്പം തന്നെ ഐഷ പോറ്റി, മുൻ MLA കൂടിയായിട്ടുള്ള ഐഷ പോറ്റിയുടെ പേരും പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ മന്ത്രിമാരും മുൻ മന്ത്രിമാരും ഒക്കെ തന്നെ ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം തോമസ് ഐസക്കിന്റെ പേര് എവിടേക്കാണ്? ആലപ്പുഴയിലേക്കാണോ അതോ പത്തനംതിട്ടയിലേക്കാണോ? കാര്യത്തിൽ കൂടുതൽ സൂചനകൾ വരുന്നുണ്ടോ? രതീഷ്, മനസ്സിലാക്കുന്നതനുസരിച്ച് തോമസ് ഐസക്കിനെ പത്തനംതിട്ടയിലേക്ക് തന്നെയാണ് പരിഗണിക്കുന്നത്. ആലപ്പുഴയിൽ സിറ്റിംഗ് MP ആയിട്ടുള്ള ആരിഫിനെ തന്നെ കളത്തിലിറക്കാനാണ് CPM ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഏതായാലും ജില്ലാ കമ്മിറ്റികൾ കൂടി ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ജില്ലാ കമ്മിറ്റിയിൽ നടക്കും. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് CPM എത്തുക. 27-നായിരിക്കും ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി CPM-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുക. ശരി, സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള CPM സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 27-ന് പുറത്തുവരും.